തോരാത്ത മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് തന്നെ സ്റ്റീവ് എണീറ്റ് കുറച്ച് 2 ദിവസം മുമ്പേ പറയുന്നുണ്ട് എനിക്ക് ഇമ്മാനുചേട്ടൻ്റെ വീട്ടിൽ പോകണം, ഇമ്മാനുച്ചേൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ വെറുതെ ഫുഡൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ അഷ്ടമിച്ചിട്ട് കയറി മീൻ മേടിച്ചു കൂട്ടാ. ചെമ്മീൻ മേടിച്ചു, പച്ചച്ചെമ്മീൻ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം മഴ പെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ നല്ല പെരുമഴയായിരുന്നു. അപ്പം ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. കാരണം കണ്ടിന്യൂസ് മഴ പെയ്യും കുറയും, മഴ പെയ്യും കുറയും, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. അപ്പം അമ്മയ്ക്ക് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് ഇനി ഡ്രസ്സ് മാറാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നനഞ്ഞിട്ടില്ല, കുറച്ച് മാത്രം നനഞ്ഞിട്ടുള്ളൂ. പിന്നെ മീൻ നന്നാക്കണം, കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം സ്റ്റീവിങ് റീസൺ എടുക്കാൻ പോകാൻ. ഞാൻ മാങ്ങ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചക്കക്കുരു ഇരിക്കുന്നുണ്ട്. ചക്കക്കുരും ചെമ്മീനും വാങ്ങി. അമ്മ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു പണ്ട് ഞാൻ കഴിച്ച ഓർമ്മ എന്നൊക്കെ പറഞ്ഞ മഴ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചക്കക്കുരു ഉള്ളൂ, അപ്പം അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് മാങ്ങിയിട്ടിട്ട് അങ്ങനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പം ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ പറമ്പിൽ കയറി മാങ്ങയും കുറച്ച് പച്ചപ്പയറൊക്കെ മേടിച്ചു. പച്ചപ്പയർപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അതൊക്കെ ചെയ്യണം. ഞാനിവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം എന്തായാലും അമ്മയ്ക്ക് കാപ്പി വെച്ച് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേ ഞാൻ മീൻ നന്നാക്കാൻ പോവാണേ. അതിന് മുമ്പ് ഇത്രയും ചക്കക്കുരാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെമ്മീനെ എടുക്കാം. ക്ലീനാക്കി റെഡിയായ ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ പകുതിയായിട്ട് മുറിച്ചിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോ ചെമ്മീനാണ് മേടിച്ചത്. 1 കിലോ ഒരു ഇച്ചിരി കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും എടുക്കാം. ശരിക്കും ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടാണ് ചക്കക്കുരും ചെമ്മീനൊക്കെ എല്ലാവരും വെക്കുക. പക്ഷെ പച്ചച്ചെമ്മീൻ ഇട്ട് കറി വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയും ചെമ്മീൻ എടുത്തിട്ട് ഇച്ചിരി കൂടി ഇടാം. ഇത്രയും ചെമ്മീൻ എടുത്തിട്ട് നമുക്ക് ചക്കക്കുരു ചെമ്മീൻ മാങ്ങ കറി വെക്കാം. പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നല്ല മഴ വെച്ചാൽ നല്ല മഴ ദിവസമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഞാൻ ഗ്ലൗസ് വന്നിട്ടല്ല മീനൊന്നും നന്നാക്കാറുള്ളത്. അപ്പം ഞാൻ നെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. പാത്രം കഴുകിയപ്പോൾ ഞാൻ നെയിൽ ഒട്ടിച്ച കാരണം പാത്രം കഴുകിയപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് പാത്രം കഴുകിയ. ഗ്ലൗസ് ഒന്നും ഇടാറില്ല ഞാൻ പാത്രം കഴുകാനോ ഇങ്ങനെ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഗ്ലൗസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. നമ്മുടെ നെയ്ക്കൊന്നും ചീത്തയാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. ഞാൻ നെയിൽ ഗ്ലൂ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കുറേ പേര് ചോദിച്ചു നെയിൽ ഗ്ലൂ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. എന്നാലും ഞാൻ കാണിക്കാം. ഇത് കഴിയുമ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോൾ ഞാൻ കാണിക്കേ. നെയിൽ ഗ്ലൂവും നെയിൽ എൻ്റെ അടുത്ത് അതിൻ്റെ ബോക്സ് ഇരിപ്പില്ല. നെയിൽ ഗ്ലൂ കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ ഗ്ലൂ ആണ്. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ക്ലീനിങ്ങും പണികളും വെള്ളത്തിലൊക്കെ പണിതിട്ടും നെയിൽ ഒരു 1.5 ആഴ്ചയിലും കൂടുതൽ 2 ആഴ്ചയുടെ അടുത്ത് എന്തായാലും കിട്ടും. പിന്നെ ഇതുപോലെ വെള്ളമൊന്നും തൊടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറേ നാൾ നിൽക്കൂട്ടോ. എന്തായാലും മീൻ നന്നാക്കി തുടങ്ങാം. എൻ്റെ ഏപ്രൺ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. അത് കാരണം ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു സാധനം എൻ്റെ മേത്ത് കെട്ടിയിട്ടാണ് ടക്കിയ ടവലോ അങ്ങനെ എന്തെങ്കിലും മേത്ത് കെട്ടിട്ടാണ് മീനൊക്കെ നന്നാക്കാം. പാത്രം കഴുകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. വേറെ ഒന്നും തോന്നരുത്, മുണ്ട് കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാൻ തുണിയുടെ ഏപ്രൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി അത് ഞാൻ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്തായിരുന്നേ. അപ്പോൾ അത് ചീത്തയായി. ഞാനത് 2 പ്രാവശ്യം വാഷ് ചെയ്തോ. പിന്നെ അതൊരു സുഖമില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല, ഡിലേ ആണ്. പക്ഷെ ഭയങ്കര കുറവായിരിക്കുമല്ലോ. ഗ്ലൗസ് കൊണ്ട് നടക്കുമ്പോൾ തോന്നുന്നില്ല. ഈ കൈ കൊണ്ട് ഈ കൈക്ക് നഗല്ലേ, വേറെ എക്സ്ട്രാ വെച്ചിട്ടില്ലേ. ഈ കൈ കൊണ്ട് നമുക്ക് വലത്തേ കൈ ഫ്രീയാണല്ലോ. ഗ്ലൗസ് വേണ്ട. വേഗം നിന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ കേട്ടോ. മുണ്ട് ഉടുത്ത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യരുത്. നമ്മൾ നോർമലി വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടാവാം, അറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചെമ്മീൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ 2 കട്ട് ചെയ്തു കൂട്ടാ. പിന്നെ ചക്കക്കുരുനൊക്കെ വീണ്ടും ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു.
സവോളയും ഇഞ്ചിയും പച്ചമുളകും മാങ്ങയും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇനി വേവിക്കാൻ വെക്കാട്ടോ. സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ആദ്യം ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കൂട്ടിത്തരുമാണ്. ശരിക്കും കുക്കറിലിട്ട് നമ്മൾ ചക്കക്കുരു പ്രഷർ കളഞ്ഞാലും അങ്ങനത്തെ രീതിയിൽ വെക്കാം. പക്ഷെ ചക്കക്കുരു നല്ല കിളുന്ത് ചക്കയുടെ കുരുവാണ്. അപ്പം അത് കാരണം പെട്ടെന്ന് വെന്തോളും. അപ്പം അത് ഞാൻ കുക്കറിൽ എന്നിട്ട് വേവിക്കണില്ല. ചക്കക്കുരുവിനെ ഇട്ടു. മാങ്ങ ഞാൻ ഇപ്പം ഇടുന്നില്ല. ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ മാങ്ങ ഇടണുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. മഞ്ഞപ്പൊടി, നല്ല സൂപ്പർ മണം വന്നിട്ട്, നല്ല നാടൻ മുളകാണ്. അപ്പോൾ അതാണ് നല്ല അടിപൊളി മണം തന്നെ. മുളക് പൊടിയും കൂടി ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൂട്ടിത്തരുമാണ്. ഇത് ശരിക്കും തേങ്ങ അരച്ച് വെക്കാം. തേങ്ങ അരച്ച് വെക്കാം, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം. ഞാനിന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടാ. ഞങ്ങൾ കൂടുതൽ തേങ്ങ അരച്ച് വെക്കണ പണിയില്ല. എപ്പോഴും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കാറ്. പക്ഷെ ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി വേഗി തേങ്ങാനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ചക്കക്കുരൊക്കെ വേവും. അപ്പം അങ്ങനെ ചക്കക്കുരൊക്കെ നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചക്കക്കുരു തിളച്ച് അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെമ്മീനും ഇടാണേ. ശരിക്കും ഇതിൽ കുറച്ച് എന്താ പറയുക, മുരിങ്ങക്കോലിട്ടിട്ട് അങ്ങനെയും കൂടി കറി വെച്ചാൽ സൂപ്പറായിരിക്കും. എന്തായാലും നമുക്ക് അരപ്പും കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ചെമ്മീനും മാങ്ങയൊക്കെ പെട്ടെന്ന് തിള വരുമ്പോഴേക്കും വേവും. അപ്പം അത് കാരണം വലിയ കുഴപ്പമില്ല. എല്ലാം കൂടി ഇന്ന് യോജിക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്തായാലും ഉപ്പ് കുറവായിരിക്കും. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിവിടെ കിടന്ന് തിളച്ചൊന്ന് വേവട്ടെ. അപ്പം ഇനി അവിടെ റെഡി ആകുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് പയറുപ്പേരി ഉണ്ടാക്കണം. പടച്ചക്കനിയ അല്ലെങ്കിൽ മേത്തൊക്കെ വെള്ളമാകും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം വൃത്തികേടാണെന്ന് അറിയാം. വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കെട്ടുമ്പോൾ ഒരു വൃത്തികേടാണെന്ന് അറിയാം. പക്ഷെ എന്നാലും മേല് നനഞ്ഞ് ഡ്രസ്സൊന്നും ചീത്തയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണേ.
അപ്പം അങ്ങനെ അതേ കറി നല്ലോണം വെട്ടി തിളച്ച് എല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടു, ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പം ഇനി മൺചട്ടിയിലായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണേ, കാരണം ഇനിയും ഇരുന്ന് തിളച്ച് പറ്റൂലോ. പിന്നെ ഇവിടെ നിന്ന് റെഡി ആവട്ടെ. ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ വേഗം ചെറിയ ഉള്ളിനൊന്ന് ക്ലീനാക്കി നന്നാക്കി എടുത്തോട്ടാ കറി താളിച്ചിടാൻ. ഇനി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേഗം കറി താളിച്ചിട്ടാൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി അങ്ങനെ റെഡി ആവും. ഇനി കറി താളിച്ച് ഒഴിക്കാട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഉലുവയും ചെമ്മീൻ മാങ്ങക്കറി റെഡി. നെക്സ്റ്റ് ഞാൻ ഈ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഒടിയൻ പയറാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനി ഒടിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇങ്ങനെ കത്രി കൊണ്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പൊളിയനാണെങ്കിൽ പറ്റില്ല, അങ്ങനെ ചകിരി പോലെ ഇരിക്കും. ഇത് നല്ല ഒടിയൻ പയറായതുകൊണ്ട് ഓക്കെയാണ്. നല്ല ഫ്രഷ് പയറാണ് കേട്ടോ, ഇന്ന് കിട്ടിയ പയർ ആണ്. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് പയറുപ്പേരിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ പച്ചപ്പയർ ശരിയാക്കാനേ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ നല്ലോണം ചതച്ചിട്ട് നമുക്ക് വേഗം പയറിൻ്റെ പരിപാടികൾ തീർക്കാം. അപ്പോൾ ഈ നെയിൽ ഗ്ലൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇതാണ് ആക്ച്വലി ഇത് മിസ് ക്ലെയറിൻ്റെ ഗ്ലൂ ആണ്. ഇതിന് ഇവിടെ ഇതുണ്ടായിരുന്നു, പ്രിൻ്റ് ഉണ്ടായിരുന്നു. തോന്നുന്നു ഗ്രേസ് അത് കളഞ്ഞുവെന്ന് തോന്നുന്നു, പിച്ചി പൊളിച്ച് കളഞ്ഞുവെന്ന് തോന്നുന്നു. അതായത് ഇത് സൂപ്പർ നെയിൽ ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിലും ചിലപ്പോൾ ഇതിനും നല്ല ഗ്ലൂ ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ ലിങ്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നെയിൽ ഗ്ലൂ. നല്ല ഗ്ലൂ ആണ്. ഇതിനേക്കാളും സൂപ്പർ ഗ്ലൂ ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പം അങ്ങനെ ഇതാണ് ഗ്ലൂ. പിന്നെന്താ, പയറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. എൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിൽ നിന്ന് വേഗം ക്ലീനാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരുമല്ലോ. വരണില്ലേ സ്റ്റീവ്? വന്നില്ലേ? പോ അമ്മേന്ന്.
ആ കണ്ടു. അമ്മ പോടി പോവാ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ സ്റ്റീവ് ചെറിയൊരു വരണ്ട ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ മനുവിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ കടയിൽ പോയേക്കായിരുന്നു. ഇവർക്ക് എന്തോ കേക്ക് എന്തോ മേടിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ചായ കുടിച്ച് എൻ്റെ കൂടെ തിരിച്ചു പോകുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ സ്റ്റീവനും ഗ്രേസിനും കൂടെ വീട്ടിൽ തിരിച്ചെത്തി. ഇന്ന് നേരെ നല്ല പെരുമഴയാണെങ്കിലും ഇപ്പൊ ചെറുതായിട്ട് വെയിൽ കണ്ടു തുടങ്ങി. മഴ പൊടിയുന്നുണ്ട് അത്യാവശ്യം ചെറുതായിട്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.